എങ്ങനെയാ ഇപ്പൊ മറ്റവന്? അതേ കിടപ്പനാണ്. അവൻ കയ്യും കാലും ഒന്നും ചലിപ്പിക്കുന്നില്ലല്ലോ, സംസാരിക്കുന്നില്ലല്ലോ. എന്തിനാണ് അത് ചോദിച്ചപ്പോ അവനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഇല്ലണ്ണ. ഇവിടുന്ന് ഞാൻ പുറത്തു വന്നു കഴിഞ്ഞാല് ചില ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരം കണ്ടെത്തണം. എന്തായാലും മേഘൻ എന്നെ വിളിച്ചിരിക്കുക. അവനിപ്പോ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. നാളെ അത്യാവശ്യമായിട്ട് തോമസ് സാറിന്റെ വീട് വരെ ചെല്ലണമെന്ന് അവൻ എന്നെ വിളിച്ചു പറഞ്ഞു. അവൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. നാളെ അങ്ങോട്ട് പോണം. എന്നിട്ട് ഇനി എന്ത് വേണമെന്ന് ഒരു തീരുമാനത്തിലെത്തണം. ഇന്നത്തെ മഹാലക്ഷ്മിയുടെ പ്രകടനം കണ്ടിട്ട് എന്റെ രക്തം തിളച്ചിരിക്കുക. മോളെ, കണ്ണനിപ്പോ മേഘനോടൊപ്പം നിൽക്കുക. അവര് രണ്ടാളും കൂടെ അവരെ അങ്ങ് തളച്ചോളും. പിന്നെ കൂട്ടിന് ഉണ്ണിയുണ്ടല്ലോ. സ്വാതി, നമ്മളൊക്കെ ഇരിക്കേണ്ട കസേരയില അവള് കേറിയിരിക്കുന്നത്. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കും അങ്ങനെ തന്നെയാ. എനിക്കും അങ്ങനെ തന്നെയെന്ന് പറയാതെ ദേ, ഇനിയെങ്കിലും അവസരം നീ കളഞ്ഞു കുളിക്കരുത്. ആ കസേരയിലെ നീ തന്നെ ഇരിക്കണം മോളെ. അതിനു വേണ്ടിയിട്ട് കണ്ണന്റെ വൈകല്യങ്ങളൊക്കെ നീ അങ്ങ് മറക്കണം. സ്വത്തുക്കളെല്ലാം മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയാല് ആ കസേര എനിക്ക് അവകാശപ്പെട്ടതാ. അവിടെ ഞാനേ ഇരിക്കത്തുള്ളൂ. സാറേ, എന്താടാ? സാറേ, അണ്ണനെ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. അണ്ണൻ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. ഓ, പതുക്കെ. വേണ്ട 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 വേണ്ട, പിടിക്കണ്ട. ഞാനിപ്പോ ഓക്കെയാ. അല്ലെങ്കിൽ തന്നെ അവൻ നടക്കുമെന്ന് കാർത്തികേയൻ എഴുതി കാണിച്ചെന്ന് നീ പറഞ്ഞപ്പോ മുതല് ഞാൻ മറ്റു വേദന എല്ലാം മറക്കുക. എനിക്കിനി ഇവിടെ നിന്ന് ഉടനെ പുറത്ത് കിടക്കണം. അതിനു മുമ്പ് നീ ഈ പറഞ്ഞത് അവൻ എഴുതി കാണിക്കുന്നുണ്ടോന്ന് എനിക്കറിയണം. എല്ലാം നേരിട്ട് തന്നെ അയക്കോ സാറേ. ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? എടാ, നീ അവനെ കൊണ്ട് വീണ്ടും എഴുതിച്ചായിരുന്നോ? പിന്നെ ഞാൻ എഴുതിച്ചിട്ടില്ല. അങ്ങനെ എഴുതിച്ചിട്ടും പ്രയോജനമൊന്നും ഇല്ലല്ലോ സാറേ. ഞാൻ പറയുന്നതിനേക്കാളും നേരിട്ട് കാര്യങ്ങൾ സാർ അറിയുന്നതല്ലേ നല്ലത്. എന്തായാലും തോമസ് സാർ അണ്ണന്റെ അവസ്ഥ കണ്ടിട്ട് ഇവിടെ കിടത്തണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അത് തന്നെ മഹാഭാഗ്യം. നേരത്തെ അവനെവിടെ കൊണ്ടുവരേണ്ടതായിരുന്നു. പിന്നെ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് മാർക്കോ തടസ്സമായിട്ട് വരുമെന്നായിരുന്നു എന്റെ പേടി. തോമസ് സാറിന്റെ മരുന്ന് ശരീരത്തിൽ പിടിച്ചു കഴിഞ്ഞാല് എടാ, ഏത് ഒടുവും ചതവും മാറൂടാ. അതുകൊണ്ട് നേരത്തെ അവനെ ഇവിടെ എത്തിച്ചിരുന്നെങ്കില് എടാ, നമുക്കറിയാനുള്ളതൊക്കെ വളരെ നേരത്തെ അറിയാമായിരുന്നു. അത് ശരിയാ. എന്നാ പിന്നെ നീ നടക്ക്. ശരി സാറേ. ഭഗവാനെ, കേട്ടത് സത്യമായിരിക്കില്ലേ? അത് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട ഒരുത്തന്റെ വെറും തോന്നലും മാത്രമാവണേ. ഇരിക്കുന്നു സാറേ. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നേ. അണ്ണാ, കൈ ഒന്ന് ചലിപ്പിച്ചാണ. കണ്ടോ കണ്ടോ കണ്ടോ, കൈ ചലിച്ചുണ്ടോ? ഇവന്റെ കൈ ചലിച്ചാലും ചലിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ പറഞ്ഞത് സത്യമാണോന്നറിയണം. കണ്ണ നടക്കൂടാ. അണ്ണാ, ഒന്ന് എഴുതി കാണിക്കണ്ണ. പേപ്പറും പേനയും കൊടുക്ക്.
നീ ഇത് മലയ്ക്ക് പോയപ്പോ കണ്ടോടാ? എഴുത്. എടാ, അവൻ നന്നായി നടക്കൂടാ, അതോ വല്ലവരുടെ സഹായത്തോടു കൂടിയാണോ നടക്കുന്നത്? എഴുതടാ. കണ്ടോ സാറേ, നന്നായി നടക്കുന്ന എഴുതിയത്. എടാ, നടന്നാണോ അവൻ മല കയറിയത്? എഴുതടാ അങ്ങോട്ട്. അതെ, അത് ശരി. അപ്പൊ അവൻ കൂട്ടുകാർക്കൊപ്പം നടന്നാണ് മല കയറിയത്. അങ്ങനെ മല കയറാൻ പോലും അവന്റെ കാലിന് സ്വാധീനം കിട്ടിയെങ്കില് അവനിപ്പോ ഓക്കെയാ. തോമസ് വൈദ്യൻ അവനെ ഓക്കെയാക്കി എടുക്കും. എന്നാലും അത് മറച്ചു വെച്ചോണ്ടാണല്ലോ സാറേ അയാൾ നടന്നത്. അതെ, അത് മാത്രമല്ല, അവനിപ്പോ പലതും മറച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ അവന്റെ മനസ്സിൽ കിടക്കുന്നതൊക്കെ വലിച്ച് പുറത്തിടണം. ഞാൻ എന്തെങ്കിലും സഹായിക്കണോ സാറേ? വേണ്ട, എനിക്കിനി ആരുടെയും സഹായം വേണ്ട. അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് ഞാൻ തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചോളാം. അവനും അവനെ സഹായിക്കുന്നവരൊക്കെ ബുദ്ധിയുള്ളവരാ. ഇവിടുത്തെ ആ കിളവൻ പോലും എന്നെ ചികിത്സിച്ച് ഭേദവാക്കിയ നര കയറിയ ആ വൈദ്യര് പോലും ഇടയ്ക്ക് മഹാലക്ഷ്മി എന്നെ കാണാൻ വന്നായിരുന്നല്ലോ. ആ സമയത്ത് അവിടെ നടന്നതൊക്കെ അഭിനയമായിരുന്നെന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. അപ്പൊ ഭാര്യയും ഭർത്താവും അടിച്ചു പിരിഞ്ഞില്ലേ സാറേ? അങ്ങനെയാണ് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത്. ഇനിയിപ്പോ അതും വിശ്വസിക്കാൻ പറ്റില്ലടാ. കണ്ണൻ നടക്കുമെങ്കില് മഹാലക്ഷ്മിയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛൻ അവൻ തന്നെ അവനാ സാധ്യത. അതായത് നടക്കുന്ന ഭർത്താവും അവന്റെ ഭാര്യയും തമ്മില് എല്ലാ അർത്ഥത്തിലും ഒന്നായി കഴിഞ്ഞു. അതിന്റെ റിസൾട്ടാണ് അവളുടെ വയറ്റിൽ വന്ന് മുളച്ചത്. അതിമനോഹരമായി എല്ലാവരും കൂടി തിരക്കഥ തയ്യാറാക്കി. ഇനിയിപ്പം അതിന് നല്ലൊരവസാനം വേണം. അത് ശുഭമായിട്ട് അവസാനിക്കില്ല. അതൊരു ദുരന്ത കഥയാടാ. ഈ കഥയിലെ നായകൻ മേഘനാടാ. അതിനെ അറിയും അവളെയും അവനെ സ്നേഹിക്കുന്നവരും. എന്നാലും ഇതുപോലെ കഥയുണ്ടാക്കുന്ന ഒരുത്തിയ മഹിയെന്ന് ഞാൻ കരുതിയില്ല. എന്റെ കണ്ണ,
ഇപ്പോഴെങ്കിലും നീ അതറിഞ്ഞത് നന്നായി. ഇതൊന്നും അറിയാതെ സ്വത്തിന്റെ പാതി അവളുടെ പേര് എഴുതി വെച്ചല്ലോ മേഘ. സാറിനെ വിശ്വസിച്ച് കണ്ണേട്ടനെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് ഞാനാ. അപ്പോ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വന്ന കാര്യം നടക്കുമെന്ന്. എന്നിട്ട് സാർ എന്താ ചെയ്തത്? എന്താ നിനക്കറിയില്ലേ? കണ്ണന്റെ വലതുകാൽ വെല്ലുകൾക്കൊപ്പം ഇടതുകാൽ വെല്ലുകളും ചലിച്ചു തുടങ്ങിയില്ലേ? അത്രേ ഉള്ളൂ. അതിനപ്പുറം പുരോഗമനമൊന്നും ഉണ്ടാവില്ലെന്ന് സാറിനറിയാം. കണ്ണാ, നീ ഡ്രൈവ് ചെയ്യാനൊക്കെ തുടങ്ങിയോ? അല്ല, വീൽ ചെയർ സീറ്റിൽ വെച്ചിട്ടാണോ നീ ഡ്രൈവ് ചെയ്യുന്നത്? അതോ അല്ലാതെയോ? പറഞ്ഞതുപോലെ അല്ലാതാണല്ലോ. ആഹാ, വീൽ ചെയറിന്റെ സഹായം ഇല്ലാതെ ആണല്ലോ നീ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത്. അല്ല, നിനക്കിപ്പോ ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടോ? അല്ല, അത് എന്റെ 2 കാൽപദങ്ങളും ചലിപ്പിക്കാം, അതുകൊണ്ടാ ഡ്രൈവ് ചെയ്തേ. എന്തായാലും ഈ അരയ്ക്ക് താഴെ സ്വാധീനമില്ലാത്തവന് കാറ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കണ്ണാ, എടാ കാറ് വർണ്ണ നിന്റെ അരയ്ക്ക് താഴോട്ട് അനങ്ങി തുടങ്ങിയോ? എന്താടാ ഒന്നും മിണ്ടാത്ത? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? എടാ, നിന്റെ അരയ്ക്ക് താഴോട്ട് സ്വാധീനം കിട്ടിയോന്ന്? നിന്റെ നട്ടല്ലേ അത് അനങ്ങി തുടങ്ങിയോന്ന്? അതേടാ, ഇനിയൊന്നും മറക്കാനില്ല. എന്റെ നട്ടലിന് ഇപ്പൊ നല്ല സ്വാധീനമുണ്ട്. ഞാൻ നട്ടല് നിവർത്തി തുടങ്ങിയടാ. ദേ നോക്ക്. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. എന്നാ വിശ്വസിച്ചോ? കണ്ടോ, എനിക്കിപ്പോ നടക്കാം. എന്റെ കാലിനോ അരക്കെട്ടിനോ ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ പഴയ കണ്ണനായടാ. എല്ലാ മനുഷ്യരെയും പോലെ ഓടിച്ചാടി നടക്കാൻ പറ്റുന്ന ഒരാളായടാ ഞാൻ. അങ്ങനൊരാളിനി ജീവിക്കണ്ടാ. അങ്ങനൊരു കണ്ണൻ ഇനി എന്റെ കൺമുമ്പിൽ വേണ്ട. അതെ, അവന്റെയും അവളുടെയും ഈ നാടകത്തിന് ഇങ്ങനൊരു ക്ലൈമാക്സാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. നടക്കുന്ന കണ്ണനെ, അച്ഛനാകാൻ പോകുന്ന കണ്ണനെ ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ. മേഘനാണ് വിളിച്ചിരിക്കുന്നത്. സൂക്ഷിക്കണേ കണ്ണേട്ടാ. അവൻ വിളിക്കുമ്പോ ഓടിപ്പോണ്ട കാര്യം എന്താന്നാ ഞാൻ ആലോചിക്കുന്നേ. എടാ, തോമസ് സാറിന്റെ അരികിലേക്കല്ലേ ഞാൻ പോകുന്നേ. അവിടെ പിന്നെ തോമസ് സാറിനെയും ജയബാലട്ടനെയും കൂടാതെ സാഗറൊക്കെ ഉണ്ടല്ലോ.
പിന്നെ അവനിനി എന്നെ എന്ത് ചെയ്യാനാടാ? വീൽ ചെയറിൽ ഇരിക്കുന്ന സമയത്ത് പോലും ഞാൻ അവനെയൊന്നും പേടിച്ചിട്ടില്ല. ഇപ്പൊ അതല്ലല്ലോ അവസ്ഥ. എനിക്കും അവനെ പോലെ തന്നെ കൈക്കും കാലിനൊക്കെ നല്ല ബലമുണ്ട്. മഹിക്ക് വേണ്ടി അടുത്ത കെണിയൊരുക്കുന്ന കാര്യം പറയാനായിരിക്കും അവൻ വിളിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ അവനെ കാണാൻ പോകുന്നേ. ഇപ്പൊ അപകടം മുൻകൂട്ടി അറിയാനും അത് ഒഴിവാക്കാനും പറ്റുന്നുണ്ട്. അതുകൊണ്ടാ ഇയാളെ പലരുടെയും പേര് ചേർത്ത് പറഞ്ഞിട്ട് കൂടി ഞാനതെല്ലാം സഹിക്കുന്നത്. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ മറ്റൊരാളാണെന്ന് പറയുമ്പോ അത് കേട്ട് നിൽക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ചില നേരത്ത് നിയന്ത്രണം വിട്ടുപോകുമെന്ന് തോന്നിയിട്ടുണ്ട്. അറിയാതെ പ്രതികരിച്ച് പോകുമെന്നും തോന്നിയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ എന്നെ കൺട്രോൾ ചെയ്യാ. കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ എന്നെ കാണുമ്പോഴും അറയ്ക്കുന്ന വാക്കുകളൊക്കെ തന്നെയാ പറയുന്നത്. അതിലുപരി എന്റെ കാര്യം പറഞ്ഞ് അമ്മയെ നന്നായി വേദനിപ്പിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പതറാതെ പിടിച്ചു നിൽക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞിന് ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടി തന്നെയാ. ഇനിയിപ്പോ എന്തായാലും ഡെലിവറി കഴിയാതെ ആരും സത്യം അറിയാൻ പാടില്ല. ശത്രുക്കൾ മാത്രമുള്ള കണ്ണേട്ടന്റെ വീട്ടിലേക്ക് മഹി കൂട്ടിക്കൊണ്ടു പോകാനും പാടില്ല. നീ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇയാളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നാലും നീ ഒരു കാരണവശാലും ഇയാളെ വിട്ടുതരില്ല, കുഞ്ഞ് ജനിക്കുന്നവരെ. അതുകൊണ്ട് തൽക്കാലം അത്ര സാഹസമൊന്നും ഞാൻ കാണിക്കാൻ പോകുന്നില്ല. എനിക്കറിയാം ഏറ്റവും സേഫായ സ്ഥലത്താ ഇയാളിപ്പോ നിൽക്കുന്നതെന്ന്. അല്ല, നീ മേഘനെ കാണാൻ പോകുമ്പോ ഞാനും കൂടി വരണോ കണ്ണാ? അതെങ്ങനെ ശരിയാവും? നീ എനിക്കിപ്പോ ശത്രുവാണെന്നല്ലേ എല്ലാവരുടെയും വിചാരം. ഞാൻ തോമസ് സാറിന്റെ വീടിന്റെ പുറത്തെവിടെങ്കിലും നിൽക്കാന്നാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും വേണ്ട. അവന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാ പറയട്ടെ. ഇയാളെ വീണ്ടും ട്രാപ്പിലാക്കാനാണ് അവൻ നോക്കുന്നെങ്കിൽ തോമസ് സാറിന്റെ അടുത്തുനിന്ന് അവൻ പുറത്ത് കിടക്കുമ്പോൾ തന്നെ അവനെ കാണാൻ മാർക്കോ എത്തിക്കോളും. പിന്നെ അവന് കുറച്ച് മാസത്തേക്ക് എഴുന്നേറ്റ് നടക്കാനും പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും മേഘന്റെ അടുത്തേക്ക് കണ്ണിട്ടും പോകുന്നെന്നറിയുമ്പോ വല്ലാത്തൊരു നെഞ്ചിടിപ്പ. മനുഷ്യന്റെ രൂപം മാത്രമേ ഉള്ളൂ, മനസ്സ് നിറയെ വിഷ. സാറേ, നിനക്ക് വേണ്ട പൈസ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം. അവനെ നേരെ ആക്കിയിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി. തോമസ് സാറ് പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. പിന്നെ അറിയിക്കേണ്ട വാർത്ത അവനെ അറിയിച്ചല്ലോ. അതിനുള്ള പ്രതിഫലം കൊടുത്തേ പറ്റൂ. ആദ്യം ഞാൻ എനിക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്തു തീർക്കട്ടെ. എന്താ സാറേ സാറ് ചെയ്യാൻ പോകുന്നേ? അതൊക്കെ എന്റെ മനസ്സിലുണ്ടാ. അവനിപ്പോ വരും, കണ്ണൻ എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ. ആ പോക്ക് അവന്റെ ഒടുക്കത്തെ പോക്കായിരിക്കടാ. ഞാൻ പിന്നാലെ വരണോ സാറേ? വേണ്ട, ഇതെനിക്ക് മാത്രമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവം തന്ന അവസരമാണ്. ഞാൻ കരുതിയിരുന്നത് കണ്ണനും മാർക്കും തമ്മിൽ ഇപ്പൊ അത്ര രസത്തിലല്ല എന്നാ അവരൊക്കെ തമ്മിൽ കാണുന്നുമുണ്ട്, വിളിക്കുന്നുമുണ്ട്. എല്ലാവരും ചേർന്ന് അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുക. ആ അരങ്ങിൽ നിന്ന് കഥാനായകൻ വീഴാൻ പോവാടാ. സാറേ, മാർക്കോയെ പേടിക്കണം. ഇല്ലടാ, എനിക്കിനി ആരെയും പേടിയില്ല. ഞാൻ ജീവിക്കുന്ന തന്നെ കണ്ണന്റെ സ്വത്തുക്കൾ കണ്ടിട്ട് അതൊരിക്കലും അവനോ അവന്റെ ഭാര്യയോ അനുഭവിക്കാൻ പാടില്ല. അതെനിക്കും എന്നെ സ്നേഹിക്കുന്ന ബന്ധുക്കൾക്കും വന്നു ചേരണം. ഇവിടെ ഒരുത്തനുണ്ടല്ലോ, കാറും കഴുകി തോമസ് സാറിനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ. കണ്ണന്റെ കാര്യം കഴിഞ്ഞ പിന്നെ അടുത്ത ടാർഗറ്റ് അവനാ. അവൻ എന്റെ മുറപ്പെണ്ണിനോടൊപ്പം വന്ന് എന്നോട് പറഞ്ഞതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നീ എന്തായാലും കാർത്തികേയനായിട്ട് ഇവിടെ കുറച്ച് ദിവസം കാണുമല്ലോ. നിന്നെ ഞാൻ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്തോളാം. ശരി സാറേ. സാഗറിനെ കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ അവസരം തരുന്നത് നിനക്കായിരിക്കും. സാർ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. നീ തൽക്കാലം വയ്ക്കോ, ഇവിടെ നിൽക്കണ്ട. അവൻ കയറി വരുമ്പോഴേ എന്നെ മാത്രം കണ്ടാൽ മതി. തോമസ് വൈദ്യൻ പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു, പുറത്തേക്ക് പൊക്കോളാൻ. അതിന് അയാളോട് നന്ദി പറയണം.
അയാളുടെ മരുന്ന് ശരീരത്തിൽ പിടിച്ചപ്പോൾ തന്നെ ചതവുകളൊക്കെ മാറി, അസ്ഥികളൊക്കെ അങ്ങ് സെറ്റായി. ഇനി ഞാൻ കാണുന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് നടക്കണം, ശരവേഗത്തില്. നീ വയ്ക്കോ. ശരി സാർ.